നാം ജീവിതത്തിൽ സമയം എങ്ങനെ ചിലവഴിച്ചാലും സ്വജനങ്ങൾ കൂടെ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ സുഖങ്ങൾ വർദ്ധിക്കുകയും ദുഃഖങ്ങളിൽ നിന്ന് രക്ഷ നേടുകയും ചെയ്യുന്നു. സ്വജനങ്ങൾ കൂടെയുള്ളപ്പോൾ സമയം കടന്നു പോകുന്നത് നാം അറിയുകയേയില്ല. എന്നാൽ ഒരു കാര്യം ചിന്തിക്കണം. നിങ്ങൾ ഏതെങ്കിലും ഏകാന്തമായ സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക. അവിടവുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുകയില്ല. അവിടെ നിങ്ങളുടെ സ്വജനങ്ങളോ ഏതെങ്കിലും മിത്രങ്ങളോ ഇല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഓരോരോ നിമിഷവും എത്ര ദൈർഘ്യമുള്ളതായി തോന്നും. ആ വിരസത അകലുന്നത് നിങ്ങൾ ആരെയെങ്കിലും നിങ്ങളുടെ സ്വന്തമാക്കുമ്പോഴായിരിക്കും. പക്ഷേ നിങ്ങളുടെ സ്വജനങ്ങൾ ആരായിരിക്കുമെന്നതാണ് അടുത്ത ചോദ്യം. നിങ്ങളുമായി രക്തബന്ധമുള്ള ഏതെങ്കിലും ബന്ധുജനങ്ങളോ ബാല്യകാലം മുതൽ നിങ്ങളുമായി കളിച്ചു വളർന്ന മിത്രങ്ങളോ അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സന്തത സഹചാരികളോ ഒന്നുമല്ല. സ്വജനങ്ങൾ എപ്പോഴും നമ്മെ ആപത്തിൽ സഹായിക്കുന്നവരാകണം. സ്വജനങ്ങൾ എപ്പോഴും സാഹചര്യം അനുസരിച്ചാണ് തിരിച്ചറിയപ്പെടുന്നത്. ഒരു കാര്യം ഓർമ്മിച്ചുകൊള്ളൂ, സ്വജനങ്ങൾ ഉള്ളപ്പോൾ സമയത്തെക്കുറിച്ച് ബോധവാന്മാരാകില്ല. പക്ഷെ സമയത്തോടൊപ്പം സ്വജനങ്ങളെക്കുറിച്ച് നാം സദാ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രകൃതി എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു. പിന്നെ വിശപ്പ് അകറ്റുവാനായി ഭക്ഷണവും നൽകി. ഒരു വ്യവസ്ഥയും ഉണ്ടാക്കി. ആർക്കും പരിശ്രമിച്ച് സ്വന്തം വയറിന്റെ വിശപ്പ് അകറ്റാമെന്ന്. എന്താ, ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളിലും കേവലം മനുഷ്യൻ മാത്രമാണ് ധനം എന്ന വസ്തുവിന് ആവിഷ്കാരം നൽകിയത്. ധനം സമ്പാദിക്കുവാൻ പഠിച്ചു. പിന്നെ അത്ഭുതമുണ്ടാക്കുന്ന കാര്യം ഇതാണ്: മനുഷ്യന് മാത്രമാണ് സ്വന്തം വയർ നിറഞ്ഞതായി തോന്നാത്തത്. എന്തുകൊണ്ട്? അതിന്റെ കാരണമാണ് ആഗ്രഹം. ഈ പ്രപഞ്ചത്തിൽ ഓരോ ജീവിയും ശാരീരികമായും മാനസികമായും ജീവിക്കുവാൻ വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. മറ്റൊന്നും ചെയ്യുന്നില്ല. പക്ഷെ മനുഷ്യൻ ഓരോ നിമിഷവും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ സ്വന്തം മനസ്സിന്റെ വിശപ്പ് മാറുന്നില്ല, സ്വന്തം ശരീരത്തിന്റെയും. അതിനാൽ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ശുഭകരമായി ആഗ്രഹിക്കൂ. അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിങ്ങളുടെ വിശപ്പ് തീരുകയേയില്ല. ചില പക്ഷികളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ജീവിതം മുഴുവൻ കൂടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് ചുള്ളിക്കമ്പുകൾ എടുത്ത് അവിടെ നിന്ന് പുൽനാമ്പുകൾ എടുത്ത് സ്വന്തം കൂട് നിർമ്മിക്കാൻ വേണ്ടി ഈ വക കാര്യങ്ങളിൽ അവ മുഴുകുന്നു. അതുകൊണ്ട് ഈ പ്രവൃത്തികളിൽ എപ്പോഴും ശ്രദ്ധിക്കുന്നത് കൊണ്ട് അവ സ്വന്തം ചിറകിന്റെ അസ്തിത്വം പോലും വിസ്മരിച്ചു പോകുന്നതാണ്. അവയ്ക്ക് സ്വതന്ത്രനായി വിഹരിക്കുവാൻ വിശാലമായ ഒരു ആകാശമുള്ള കാര്യം പോലും മറക്കുന്നു. പിന്നെ അവയുടെ ജീവിതം ആ പക്ഷിക്കൂടുകളിൽ തന്നെ അവസാനിക്കുന്നു. ഓരോ മനുഷ്യന്റെ അവസ്ഥയും ഇതുതന്നെയാണ്. ജീവിക്കുന്നതിന് ആവശ്യമായ ധനം സമ്പാദിക്കുന്നതിലാണ് ഏവരും മുഴുകുന്നത്. സ്വന്തം ജീവൻ ജീവിക്കാനുള്ളതാണെന്ന സത്യം എല്ലാവരും വിസ്മരിക്കുന്നു. ധനം അത് ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ളതാണ്. ജീവിതം ധനം സമ്പാദിക്കാനുള്ളതല്ല. അതുകൊണ്ട് നിങ്ങൾ കേവലം കൂടുകൾ നിർമ്മിച്ചാൽ മാത്രം പോരാ. സ്വന്തം ചിറകുകൾ വിടർത്തി സ്വതന്ത്രമായി വിഹരിക്കൂ ഈ വിശാലമായ ആകാശത്ത്. ഒരു ഉറുമ്പിന്റെ ആയുസ് സാധാരണ വളരെ കുറവാണ്. 2 ദിവസം, ഏറ്റവും കൂടിയാൽ ഒരാഴ്ച, അത്രയുള്ളൂ. എത്ര കുറച്ച് ഭക്ഷണമാണ് അവയ്ക്ക് വേണ്ടി വരുന്നത്. പക്ഷെ എന്നിട്ട് പോലും അവ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു, കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. വരാൻ പോകുന്ന തലമുറയുടെ നന്മയ്ക്കു വേണ്ടി അവ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവർത്തിച്ചുകൊണ്ടിരിക്കൂ.
സഞ്ചരിച്ചുകൊണ്ടിരിക്കൂ. എന്ത് തന്നെ ലഭിച്ചാലും അത് മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രയോജനപ്പെടും. ലക്ഷ്യത്തിൽ എത്തിയില്ലെങ്കിലും ഒരു നല്ല സഞ്ചാരിയെങ്കിലും ആകാൻ സാധിക്കുമല്ലോ. ജീവിതത്തിൽ എന്തെങ്കിലും പ്രവർത്തിച്ചു കാണിക്കണം. അങ്ങ് ആകാശത്ത് തൊടാൻ സാധിക്കുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഉയരത്തിൽ നിങ്ങൾ തൊടാൻ ശ്രമിക്കണം. അതിനായി നിങ്ങളുടെ ഉള്ളിൽ 3 ഗുണങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ്. ആദ്യം, നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുവാനുള്ള ആഗ്രഹം. ഭക്തി. നിങ്ങൾക്കൊരിക്കലും ചെയ്യുവാൻ സാധിക്കാത്തത് ആഗ്രഹം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. രണ്ടാമത്തേത്, ധൈര്യം. വിപത്ത് നേരിടുവാനുള്ള നിങ്ങളുടെ പ്രാപ്തി. നിങ്ങൾ എന്താണോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, ധൈര്യം തീർച്ചയായും നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. പിന്നെ മൂന്നാമത്തേത്, അനുഭവം. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് ആരാണോ ആഗ്രഹം, ധൈര്യം, പിന്നെ അനുഭവം, ഈ 3 ഗുണങ്ങളും സ്വന്തമാക്കുന്നത്, അവർക്ക് ഈ ലോകത്തിൽ നേടിയെടുക്കാൻ സാധിക്കാത്തതായി ഒന്നും തന്നെ ഉണ്ടാവില്ല. സ്വപ്നം, പിന്നെ ലക്ഷ്യം, ഇവ തമ്മിൽ ബന്ധമുണ്ട്. ഇവ രണ്ടും വ്യക്തിയുടെ സങ്കല്പമാണ്. വ്യക്തികൾ ഇത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇവ രണ്ടും പൂർണ്ണമായാൽ വ്യക്തികൾ സ്വയം ഭാഗ്യശാലിയാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഇവ രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. വ്യത്യാസം ഇതാണ്: സ്വപ്നം കാണുവാൻ തടസ്സം കൂടാതെയുള്ള നിദ്ര അത്യാവശ്യമാണ്. എന്നാൽ ലക്ഷ്യത്തിന് നിദ്രയേതുമില്ലാത്ത പരിശ്രമവും. ഒരു വ്യക്തി സ്വപ്നം കാണുമ്പോൾ എല്ലാം സഫലമായിരിക്കും. എന്നാൽ ഉണരുമ്പോൾ അയാളുടെ കൈകൾ ഉറപ്പായും ഒഴിഞ്ഞിരിക്കും. എന്നാൽ ഒരു വ്യക്തി പരിശ്രമിക്കുമ്പോൾ ഉറങ്ങുമ്പോഴും അയാളുടെ കൈകൾ ആ വ്യക്തിയെ ലക്ഷ്യമാക്കുന്നതാണ്. അതിനാൽ സ്വപ്നങ്ങൾ കണ്ടുകൊള്ളൂ, ലക്ഷ്യം മനസ്സിലാക്കൂ. പരിശ്രമം കൊണ്ട് ആഗ്രഹം, തീരുമാനം, പിന്നെ നിശ്ചയം. ഈ വാക്കുകളെല്ലാം നാം ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാകും, അല്ലേ? ജീവിതത്തിൽ പലതവണ പലതും സ്വന്തമാക്കണമെന്ന ആഗ്രഹമുണ്ടാകും. എന്നാൽ ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം എന്തെങ്കിലും സാധ്യമാകുമോ? എന്തെങ്കിലും സ്വന്തമാകുമോ? വരണ്ട ഭൂമിയിൽ ജീവിക്കുന്ന വ്യക്തി ആഗ്രഹിക്കും അയാൾക്ക് മാധുര്യമുള്ള ജലം ലഭിക്കണമെന്ന്. പക്ഷെ അത് ലഭിക്കുന്നില്ല. ആരെങ്കിലും കിണർ കുഴിക്കുവാൻ തീരുമാനിച്ചാൽ അതിനു വേണ്ടുന്ന ആയുധം തീർച്ചയായും ലഭിക്കുന്നതാണ്. പിന്നെ എന്തെങ്കിലും നിശ്ചയിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സമയം വരുമ്പോൾ മാധുര്യമുള്ള ജലം ലഭിക്കുക തന്നെ ചെയ്യുന്നതാണ്. അതിനാൽ ജീവിതയാത്രയിൽ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, തീരുമാനിക്കണം, പിന്നീട് നിശ്ചയിക്കണം. എപ്പോൾ ജീവിതയാത്രയിലേക്ക് വരുന്നുവോ അപ്പോൾ ഈ ഒരു വാക്കും ആ യാത്രയിൽ ഉണ്ടാകുന്നതാണ്: പോരാട്ടം. ജന്മം കൊണ്ടുകഴിഞ്ഞാൽ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് പോരാട്ടം അനിവാര്യം തന്നെയാണ്. ചിലർ സ്വന്തം ലക്ഷ്യത്തെ പ്രാപ്തമാക്കുവാനായി പോരാടിക്കൊണ്ടേയിരിക്കുന്നു. അത് പ്രാപ്തമാക്കിയവർ സ്വയം നിലനിർത്തുവാനായി പോരാടുന്നു. ഏവരെയും അസ്വസ്ഥരാക്കുന്നത് ഇതാണ്. വ്യക്തികൾ പോരാടുന്ന സമയത്ത് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും. യോദ്ധാവാണെങ്കിൽ നിശ്ചയമായും പ്രഹരം സഹിച്ചേ മതിയാകൂ. നീന്താൻ പഠിക്കണമെങ്കിൽ തീർച്ചയായും ജലത്തിൽ പ്രവേശിക്കേണ്ടതാണ്. ആരുടെ കരങ്ങളാണോ പ്രവർത്തിക്കുന്നത് അവരെ മുൻപോട്ട് പോകൂ. മുൻപോട്ട് സഞ്ചരിക്കുന്നവർ തീർച്ചയായും സ്വന്തം ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതാണ്. അതുകൊണ്ട് ഓർമ്മിച്ചുകൊള്ളൂ, ജീവിതം ഏതുവരെയുണ്ടോ അതുവരെ കർമ്മനിരതരായിരിക്കൂ. സദാ പോരാടിക്കൊണ്ടേയിരിക്കൂ. മനുഷ്യൻ സദാ ചിന്തിക്കുന്നത് ഫലത്തെക്കുറിച്ചാണ്. ഞാൻ ഇപ്പോൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യത്തിന്റെ ഫലം എന്തായിരിക്കും, അതിന്റെ അവസാനം എന്തായിരിക്കും? ഫലം അതിനെക്കുറിച്ച് എന്തിനാണ് ചിന്തിക്കുന്നത്? കാരണം കർമ്മം ശുഭകരമാണെങ്കിൽ ഫലവും തീർച്ചയായും ശുഭമായിരിക്കും. ശുഭചിന്തയോടെ കാര്യങ്ങൾ ചെയ്യുന്നവർ ഫലത്തെക്കുറിച്ച് എന്തിനാണ് ചിന്തിക്കുന്നത്? പൂക്കൾ പറിക്കുന്നവർക്ക്
തീർച്ചയായും കയ്യിൽ മുള്ളുകുത്താറുണ്ട്, പക്ഷെ അതിന്റെ സുഗന്ധം അവരുടെ കൈകളിൽ തന്നെ നിലനിൽക്കുന്നു. രത്നഖനിയിൽ ചെന്ന് കരിയിൽ നിന്നും രത്നമെടുക്കുന്ന വ്യക്തിയുടെ കൈകളിൽ കരി പുരളുക തന്നെ ചെയ്യും. എന്നാൽ കൈകളിൽ തീർച്ചയായും രത്നമുണ്ടാകും. അതിനാൽ ശുദ്ധമായ മനസ്സോടെ കർമ്മം ചെയ്യൂ. പരിണാമം ശുഭകരം തന്നെയായിരിക്കും. അപ്പോൾ സ്നേഹത്തോടെ പറയൂ, രാധേ രാധേ.